ഹലോ, ഇന്ന് നമുക്ക് ഡൈവ് ഉണ്ടായിരുന്നു കേട്ടോ. അവരുടെ ഫസ്റ്റ് ഡൈവ് എന്തോ ആയിരുന്നു. ഫുഡ് കഴിച്ചിട്ട് തന്നെ ആവാമെന്ന് വിചാരിച്ചു. ഫുഡാണ് കഴിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവരുടെ ട്രഡീഷണൽ ആയിട്ടുള്ള, ആഫ്രിക്കയിലുള്ള ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു ഫുഡ്. ഭയങ്കര രസമാണ് ഇതിൻ്റെ മേക്കിംഗ് ഒക്കെ. മേക്കിംഗ് വീഡിയോ ഉണ്ടായിരുന്നു, പക്ഷേ എവിടെയെന്ന് എനിക്കറിയത്തില്ല. എനിവേ ഇത് ഇങ്ങനെയൊന്നും അല്ല കഴിക്കേണ്ടത്. അത് അതിൻ്റെ ഉള്ളിലേക്ക് ആ ഒരു ഫീലിംഗ് ഒക്കെ വെച്ചിട്ട് കഴിക്കണം. പക്ഷേ എനിക്കിങ്ങനെ കഴിക്കാൻ ഇഷ്ടമുള്ളൂ. അത് കഴിഞ്ഞിട്ട് നമ്മൾ സാൽവേജ് ഇതിന് പോയപ്പോൾ അവിടെ നിന്ന് കിട്ടിയ കുറേ ആ ബോട്ടിൻ്റെ ഉള്ളിലുണ്ടായിരുന്നു എക്യുപ്മെൻറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അതിൻ്റെ ഇടയിൽ നമ്മൾ എന്ത് ചെയ്ത്, ഞാൻ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ എന്തോ പറഞ്ഞു. അതപ്പോൾ ഞാൻ എക്യുപ്മെൻറ്റ്സ് കാണിച്ചു കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമുക്ക് സേഫ്റ്റിയുടെ ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ അങ്ങനെ പോയിരുന്നപ്പോൾ നമ്മുടെ സ്റ്റാഫ് എല്ലാവരും ഉണ്ടായിരുന്നു. എല്ലാവരും ഗ്യാദർ ചെയ്ത് ഒരു മീറ്റിംഗ്. ഇവിടെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഗ്യാദർ ചെയ്യണത് ഭയങ്കര രസമാട്ടോ. അപ്പോൾ നമ്മുടെ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ നമ്മുടെ എന്തുണ്ടെങ്കിലും ഇവർ സെലിബ്രേറ്റ് ചെയ്യും. ഈവൻ ഏതൊരു സ്റ്റാഫിൻ്റെ ബർത്ത്ഡേ ആണെങ്കിൽ പോലും അവരത് സെലിബ്രേറ്റ് ചെയ്യും. അതൊക്കെ ഭയങ്കര രസമുള്ള കാര്യമാണ്. പിന്നെ അവരുടെ പുതിയ ഈ വർഷത്തെ എന്തൊക്കെ പുതിയ കാര്യങ്ങളാണ് എന്നുള്ളതൊക്കെയാണ് അവർ അവിടെ അനൗൺസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെയും ഡൈവിങ്ങിൻ്റെ യാത്രയ്ക്കോ എവിടേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്ന ഓർമ്മയില്ല, എങ്ങോട്ടോ പോയിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. ഞാൻ ഈ വീഡിയോ എഡിറ്റ് ചെയ്തിട്ട് കുറച്ച് ദിവസമായി. യെസ്, പി ടിക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. പി ടി നമ്മളെപ്പോഴും ബീച്ചിൽ വെച്ചിട്ടായിരിക്കും. എല്ലാ ഫ്രൈഡേയും നമുക്ക് പി ടി ഉണ്ടായിരിക്കും. നമ്മുടെ ഹെൽത്ത് കണ്ടീഷനൊക്കെ നോക്കാനും എല്ലാം ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ടായിരിക്കും. അത് കഴിഞ്ഞിട്ട് പി ടി ഭയങ്കര രസമാണ് കേട്ടോ. പാവങ്ങളിതിൽ ഇന്ത്യക്കാരുണ്ട്, നോർത്ത് ഇന്ത്യൻസ് ഉണ്ട്, പിന്നെ നൈജീരിയക്കാരുണ്ട്, ആഫ്രിക്കൻസ് ഉണ്ട്, പിന്നെ ഓരോ രാജ്യത്ത് നിന്ന് വരുന്നതിനനുസരിച്ച് അവരൊക്കെ ഉണ്ടായിരിക്കും. അവരെല്ലാവരും ഒരുമിച്ചുള്ള ഒരു സംഗമമൊക്കെ കാണാൻ ഭയങ്കര രസമാണ്. അത് കഴിഞ്ഞിട്ട് ഇതുപോലെ തന്നെ അത് ഏകദേശം 2 മണിക്കൂർ 3 മണിക്കൂർ നമ്മൾ അവരെ കൊണ്ട് ട്രെയിൻ ചെയ്യിപ്പിക്കും. എല്ലാ തരത്തിലുള്ള ആക്ടിവിറ്റിയും നമ്മൾ ചെയ്യിപ്പിക്കും. ചീഫാണ് എല്ലാ കാര്യങ്ങളും അതൊക്കെ നോക്കി നടത്തുക. ഞാൻ അസിസ്റ്റ് ചെയ്യും. അപ്പോൾ ഞാൻ ക്യാമറയും കൊണ്ട് പോകണുമ്പോൾ ഓരോന്ന് പറഞ്ഞ് കളിയാക്കി ചിരിക്കുന്നൊക്കെ ഉണ്ടായിരിക്കും കേട്ടോ. അത് കഴിഞ്ഞ് ലാസ്റ്റ് നമ്മൾ സ്വിമ്മിങ് ഉണ്ടായിരിക്കും. ബീച്ചിലേക്ക് പോയിട്ട് നമ്മൾ ഒരാളവിടെ നിന്ന് ആ കയാക്കിൻ്റെ അപ്പുറത്ത് കൂടെ നടന്നു നീന്തിയിട്ടാണ് വരേണ്ടത്. പക്ഷെ അവിടെ ഭയങ്കര തണുപ്പാണ്. പാവം തോന്നുന്നു അവർ വെള്ളത്തിലൂടെ ഇങ്ങനെ. ബാക്കി ലൈക്ക് ഇപ്പോൾ ഇതിൻ്റെ അടുത്ത് തന്നെയുള്ള രാജ്യക്കാർക്കൊന്നും വലിയ തണുപ്പുണ്ട് എങ്കിൽ പോലും ഇന്ത്യക്കാരുടെ ആ ഒരു പ്രശ്നം അങ്ങനെ സംഭവിക്കത്തില്ല. നമുക്ക് ഭയങ്കര തണുപ്പ് തോന്നുന്നു. എൻ്റെ ദൈവമേ, ഞാൻ വന്ന അവസരത്തിലൊക്കെ വിറച്ച് ചത്തുകൊണ്ട്. ആഫ്രിക്കയാണ് വെയിലാണെന്നൊക്കെ വന്നിട്ട് ഇവിടെ വന്നിട്ട് ഭയങ്കര തണുപ്പായിരുന്നു. അത് ഭയങ്കര രസമായിരുന്നു. എന്നിട്ട് ഞാൻ കൊണ്ടുവന്നിരുന്ന ഡ്രസ്സാണെങ്കിലോ അതും അതിലേറെ രസം. ഒക്കെ നോർമൽ ചൂട്ടിലെങ്ങനെ നമുക്ക് ഉഷ്ണകാലത്ത് എങ്ങനെ വെയർ ചെയ്യാന്നുള്ള അങ്ങനത്തെ നമ്മൾ മാത്രമേ കൊടുത്തിട്ടുള്ളൂ. ഇവിടെ വന്നിട്ട് എൻ്റെ ദൈവമേ, ആ തണുപ്പ് ഞാനൊന്ന് അഡ്ജസ്റ്റ് ആവാൻ, ഒന്ന് നോർമലൈസ് ആവാൻ ഞാൻ എത്ര കാലം എന്നല്ല, ഇപ്പോഴും എനിക്ക് ബുദ്ധിമുട്ടാണ്. ഇപ്പോഴും തണുപ്പൊന്ന് ഭയങ്കരമായിട്ട് ഒന്ന് കൂടിയാൽ തന്നെ എനിക്ക് ഭയങ്കരമായിട്ട് ഞാൻ കിടന്ന് വിറയ്ക്കുന്നിട്ട് അവരൊക്കെ ചോദിക്കും, എന്താ ഇങ്ങനെ കിടന്ന് വിറയ്ക്കുന്നതെന്നൊക്കെ ചോദിക്കും. അപ്പോൾ ഞാൻ പറയും, എന്താ ചെയ്യുക, ഇമ്മ്യൂണിറ്റി സിസ്റ്റം മാറിപ്പോകണതിൻ്റെയാണ് എന്നൊക്കെ പറയും. അത് ഈ ആൾ ഭയങ്കര ഏജ്ഡ് ആയിട്ടുള്ള ആളാട്ടോ. എന്നാലും അയാളുടെ പ്രായത്തിനനുസരിച്ചുള്ള എല്ലാ വിക്രിയ അയാൾ ചെയ്തു വെക്കും. ഭയങ്കര രസമാണ്. നമ്മുടെ പഞ്ചാബി കുട്ടി ആളൊക്കെ എല്ലാവരും ചെയ്യണം. എല്ലാവരും ഇത് കണ്ടിന്യൂ, നമ്മളൊരു ഗെയിം പോലെയൊക്കെ ആയിട്ട് അങ്ങനെ ബോറടിക്കാത്ത രീതിയിൽ എല്ലാ ആക്ടിവിറ്റീസും ചെയ്യും. ഇതൊക്കെ ആകുമ്പോൾ അവരുടെ കുറേ ചിരിക്കാനും ഉണ്ട്. പാവം സങ്കടം തോന്നും ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത്. കോംപ്രമൈസ് ഒന്നുമില്ല, എല്ലാവരും ചെയ്യണം എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം തന്നെയാണ്. എല്ലാവരും അറ്റൻഡ് ചെയ്യണം. എന്തെങ്കിലും എക്സ്ക്യൂസൊക്കെ ആണെങ്കിൽ നമ്മൾ മെഡിക്കൽ കാര്യങ്ങളൊക്കെ സബ്മിറ്റ് ചെയ്യണം. അത് ഈ മടി പിടിച്ചിരിക്കുന്നവർക്ക് മാത്രമായിട്ടുള്ള സ്പെഷ്യൽ സാധനം കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് ഏകദേശം പി ടിയുടെ സമയം കഴിയാറായി തോന്നുന്നുണ്ട്. ഞാനത് എഡിറ്റ് ചെയ്തിട്ട് കണ്ടില്ല. ആൾക്ക് ഇച്ചിരി വയറൊക്കെ ഉള്ള കാരണം കൊണ്ടേ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്. എന്നാലും കുഴപ്പമില്ല, കംപ്ലീറ്റ് ചെയ്യും. ഏത് ഗ്രൂപ്പാണോ ഫസ്റ്റ് കംപ്ലീറ്റ് ചെയ്യുന്നത്, ഓരോ ഗ്രൂപ്പിലും 12 മെമ്പേഴ്സ് എത്രയാണോ ആളുകൾ അതിനനുസരിച്ച് നമ്മൾ കൃത്യമായിട്ട് ഡിവൈഡ് ചെയ്യും. എന്നിട്ട് ഏത് ഗ്രൂപ്പാണോ ഇതുപോലെ ഫിനിഷ് ചെയ്യുന്നത് അവർ ജയിക്കും. അവർക്ക് എന്തെങ്കിലും നമ്മളൊരു പ്രോത്സാഹന സമ്മാനമൊക്കെ കൊടുത്ത് അങ്ങനെ. അപ്പോൾ അപ്പുറത്തുനിന്ന് കുറേ ആൾക്കാർ ഇങ്ങനെ നോക്കിയൊക്കെ ചെയ്യട്ടെ. ചിലരൊക്കെ ഇങ്ങനെ ചിരിക്കുകയൊക്കെ ചെയ്യും. നമ്മളതൊന്നും മൈൻഡ് ചെയ്യത്തില്ല. നമ്മളെ നോക്കി ചിരിക്കാനൊക്കെ ഒരുപാട് പേരുണ്ടായിരിക്കും. പക്ഷെ അതിലൊന്നും വലിയ കാര്യമില്ല. നമ്മുടെ കാര്യം മുന്നോട്ട് പോകുക എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടേ ഉള്ളൂ. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഇതെന്താ ഒരു തരം
ഇതെന്തായിരുന്നു റണ്ണിങ്, എന്തോ ഒരു റണ്ണിങ് റേസ് ആയിരുന്നു തോന്നുന്നുണ്ട് കേട്ടോ. ഇവിടെ വന്ന് ഇതുപോലെ മങ്കി വോക്ക് ഫോർവേഡ് ഈ പരിപാടി എൻ്റെ ദൈവം എല്ലാവരും കൂടി ചിരിച്ച് ഒരു വഴിക്കായിട്ടുണ്ടായിരുന്നു ഈ ഒരു സമയത്ത്. ഇത് നല്ല രസമുള്ള, ഇവർക്ക് ഭയങ്കര എനർജിയാണ്. ഇവർ ഭയങ്കരമായിട്ട് ഹെൽത്തിന് ഇവർ ഭയങ്കരമായിട്ട് ഇമ്പോർട്ടൻസ് കൊടുക്കും. ആഫ്രിക്കയിലുള്ളവർ ഭയങ്കരമായിട്ട് ഇപ്പോൾ ഡെയിലി ഓടാനാണെങ്കിലും ചാടാനാണെങ്കിലൊക്കെ ആൾ തന്നെ ഭയങ്കര രസമുണ്ടല്ലേ. എൻ്റെ ക്യാമറ ഒക്കെ മണ്ണിലാക്കി ഞാനവിടെ വെച്ചു. ക്യാമറ ഒരു ഭാഗത്ത് വെച്ചിട്ട് പിന്നെ അത് കാര്യങ്ങൾ കണ്ടുകൊണ്ടിരുന്നത്. നമ്മൾ വീഴുമോ എന്തെങ്കിലും, വീഴാനൊന്നുമില്ല, ടെൻഷൻ ആവേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മണലാണ് വലിയ പ്രശ്നം. പക്ഷേ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർ ബിയറിൻ്റെ കുപ്പി പൊട്ടിച്ചിട്ട് വെക്കും, അത് ഭയങ്കര പ്രശ്നമായിട്ട് തോന്നാറുണ്ട്. അപ്പോഴേക്കും എൻ്റെ ക്യാമറ അവിടെ വീണ് പോയിരുന്നു കേട്ടോ. അത് ഞാനൊന്ന് നേരാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ കുപ്പിച്ചില്ല് ഇവിടെ പൊതു സ്ഥലത്ത് നിന്നിട്ട് മദ്യപിക്കാനൊക്കെ കാരണം ലീഗലായതുകൊണ്ട്, എല്ലാം ലീഗലാണ് ഇവിടെ. ഈ പറയുന്ന കഞ്ചാവാണെങ്കിലും മദ്യമൊക്കെ ആണെങ്കിലും വാട്ടവർ എല്ലാം ഇവിടെ ലീഗലാണ്. അപ്പോൾ നമുക്ക് ഇവർ വെള്ളടിയൊക്കെ കഴിഞ്ഞിട്ട് ദേഷ്യമൊക്കെ വന്നിട്ട് ഇതിങ്ങനെ പൊട്ടിച്ചിട്ടൊക്കെ അവിടെ ഇട്ടിട്ട് പോകും. അപ്പോൾ അതിലൊക്കെ കാല് കൊള്ളുമോ അങ്ങനെയുള്ള ടെൻഷനൊക്കെ ഉള്ളൂ. എന്നാലും നമ്മൾ അതിന് മുമ്പ് ഒരു PT തുടങ്ങുന്നതിനെക്കാട്ടി മുമ്പ് നമ്മളെല്ലാവരും കൂടിയിട്ടൊന്ന് നോക്കും, പ്ലേസ് സേഫ് ആണോ എന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കും. അത് കഴിഞ്ഞിട്ട് വേറൊരു ടെക്നിക്ക്, ഒരാൾ 2 കാലും ഹോൾഡ് ചെയ്ത് ഇവിടുന്ന് അങ്ങോട്ട് പോകുന്നു, ആൾ മറ്റാൾ ഇയാളുടെ കാലും ഹോൾഡ് ചെയ്തിട്ട് ഇവിടുന്ന് പോകുന്നു. അങ്ങനെയായിട്ടുള്ളതായിരുന്നു. എനിക്ക് എഡിറ്റ് ചെയ്ത് കണ്ടുകൊണ്ടിരിക്കുന്ന ചിരി വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇത് അപ്പോൾ അവിടെ നിന്ന് കാണുമ്പോഴും ചിരിക്കാൻ നല്ല എളുപ്പമായിട്ട് അവർ ചെയ്യണത് കാണുമ്പോൾ അതും ആലോചിക്കും, രണ്ടും ആലോചിക്കണം. പക്ഷേ ഞാൻ പഠിക്കുന്ന സമയത്താണെങ്കിലും എനിക്കുണ്ടായിരുന്നു, പഠിക്കുന്ന സമയത്ത് എല്ലാവരും ഇത് ചെയ്യണം, ഇവരുടെ ട്രെയിനിങ്ങിൻ്റെ കാര്യമാണ്. ഞാനിതുപോലെയൊക്കെ തന്നെ എൻ്റെ ട്രെയിനിങ് സമയത്ത് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോഴും ഒരുപാട് കാര്യം ഇങ്ങനെ നോക്കി ചിരിച്ചിട്ടൊക്കെ ഉണ്ടായിരിക്കും. അന്ന് എവിടെ ഇതൊക്കെ നേരം മത്സര ബുദ്ധിയാണല്ലോ, എങ്ങനെയെങ്കിലും വിൻ ചെയ്യണം, ഗ്രൂപ്പ് ജയിക്കണം എന്നുള്ള ഒരു മെൻറ്റാലിറ്റിയിലാണ് എല്ലാവരും ഉണ്ടായിരിക്കുക. അപ്പോൾ ഇപ്പോൾ ഇവർ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ചിരിക്കും, എല്ലാവരും ചിരിക്കും, ചിരിക്കുന്നതിന് പ്രശ്നമില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. ഫണ്ണായിട്ട് എടുക്കുമല്ലോ എല്ലാവരും അല്ലേ. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ എന്ത് ചെയ്ത്, അവിടെ പോകുമ്പോൾ കയാക്കൊക്കെ ഉണ്ടായിരിക്കും, അതൊക്കെ കഴുകി വെക്കും എല്ലാവരും. അങ്ങനെയൊന്നുമില്ല കേട്ടോ, സ്റ്റുഡൻസ് ഇതൊന്നുമില്ല. പക്ഷേ ഇവിടെ സ്റ്റുഡൻസിനെ കൊണ്ട് നമ്മൾ ഒരു വർക്കും ചെയ്യിപ്പിക്കത്തില്ല, എല്ലാം നമ്മൾ തന്നെയാണ് ചെയ്യുക. ലൈക്ക് എന്താ പറയുക, എന്തെടുത്ത് വെക്കാനോ അവർക്ക് പഠിക്കുക പോവുക, ബാക്കി എല്ലാവർക്കും സ്റ്റാഫ് തന്നെയാണ് ചെയ്യേണ്ടത്. അവിടെ ഇരിക്കുന്ന ഒരു മെഷീൻ, അത് എനിക്കത് കണ്ടപ്പോൾ പെട്ടെന്ന് ഗണ്ണ് പോലെയൊക്കെ തോന്നി. അപ്പോൾ ഞാനതിങ്ങനെ പിടിച്ച് ഗണ്ണിൻ്റെ രൂപത്തിലാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെയൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ എന്ത് ചെയ്ത് എല്ലാ എക്യുപ്മെൻറ്റ്സ് എല്ലാം ഒന്നും കൂടെ അത് ഇടയ്ക്കിടയ്ക്ക് റീഅറേഞ്ച് ചെയ്യുന്ന കേട്ടോ. നമ്മുടെ ടൈം കഴിഞ്ഞ് എല്ലാ കാര്യങ്ങളും റോപ്പ് എടുത്തിട്ടുണ്ടോ, വാട്ടവർ നമ്മൾ എടുത്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ നമ്മൾ ഇതാക്കുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ അപ്പം എനിക്ക് ഫുൾ കഴിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോഴേക്ക് എന്തോ ഒരു ഡൈവിങ് എന്തോ സ്റ്റാർട്ട് ചെയ്ത് അങ്ങോട്ട് പോയി. അപ്പോൾ ഞാനത് വന്നിട്ട് പിന്നെയും കംപ്ലീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഈ ബണ്ണിൻ്റെ ഉള്ളിൽ സോസേജോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ അങ്ങനെ വെച്ച് തരും. അത് കഴിഞ്ഞ് ഇതുപോലെ തന്നെ അതിൻ്റെ സാൽവേജിൻ്റെ ഉള്ളിൽ നിന്ന് കിട്ടിയ ഒരു എൻജിൻ എന്തോ ആണ്, ഡീസൽ ടാങ്ക് എന്തോ ആണ്, അത് ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എൻ്റെ ഡ്രസ്സിലൊക്കെ ആ ഒരു ബ്ലാക്ക് ഷെയ്ഡ് വെച്ച് മീറ്റിങ്ങിനൊക്കെ പോകുന്ന സമയത്ത് ഇങ്ങനെ ചളി വരണ്ട് നിൽക്കുക. എല്ലാവരും ഇതിൻ്റെ മേലെ കൂടെ വർക്കിംഗ് ഡ്രസ്സ് ഇടും. എനിക്ക് എല്ലാം കൂടി ആകുമ്പോൾ ചില സമയത്ത് ഭയങ്കരമായിട്ട് ഉഷ്ണം എടുക്കും, ചിലപ്പോൾ നല്ല തണുക്കും. അപ്പോൾ ഞാൻ എപ്പോഴും ഒന്നേ എടുത്തുള്ളൂ.